ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീനോഷി ഫ്രം ബീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഡെസ്ക് മേക്ക് ഓവറാണ്. അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണ് ഡെസ്ക് മേക്ക് ഓവറിൽ വരുമ്പോൾ. കാരണം ഇതിന് മുമ്പ് നമ്മുടെ സ്റ്റഡി ടേബിളായിരുന്നു നമ്മളൊന്ന് കുറച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം നമ്മൾ വൈറ്റ് ടേബിളാണ് അറേഞ്ച് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടേബിൾ. സത്യം പറഞ്ഞത് ഒരു ബ്രൗൺ ടേബിളാണ്, അത് വുഡ് ടേബിളാണ്. അപ്പോൾ എൻ്റെ അനിയനാണ് കഴിച്ചത്. എൻ്റെ അനിയനോട് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഫോണല്ല. അപ്പോൾ ഇതേ ക്ലോത്താണ്, ഈ ഒരു ക്ലോത്താണ് നമ്മളിതിൻ്റെ മേലെ വിൽക്കാൻ പോകുന്നത്. സോ ഇതെൻ്റെ പപ്പയുടെ തുണിയാണ് ഗൈസ്, വൈറ്റ് തുണി. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇത്രയും കാലം കുറച്ച് നേരം അഡ്ജസ്റ്റ് ചെയ്തല്ലോ. അപ്പോൾ ഒരു 1K സബ്സ്ക്രൈബേഴ്സൊക്കെ ആകുമ്പോൾ നമ്മളെന്ത് ചെയ്യും, അതേപോലെ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിക്കാതെ തുടങ്ങും നമ്മളുടെ ടേബിൾ മേൽ. സോ ഇതാണ് നമ്മളുടെ കുറച്ച് സാധനങ്ങൾ നമ്മുടെ ടേബിളിൽ അവിടെ ഇവിടെയും വെക്കാണ് കുറച്ച് സാധനങ്ങളാണ് ഗൈസ്. കാരണം ഇത് രണ്ടാമത്തെ വട്ടമാണ് ഞാനിപ്പോൾ ഈ ഒരു ടേബിൾ ഒന്നും കൂടി അറേഞ്ച് ചെയ്യണത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് അറേഞ്ച് ചെയ്ത അതേ മോഡൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അന്ന് അറേഞ്ച് ചെയ്തത് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ അറേഞ്ച് ചെയ്യുന്നത് വെച്ചാൽ, അന്ന് അറേഞ്ച് ചെയ്ത സമയത്ത് അപ്പോൾ മമ്മിക്ക് ഈ ടേബിൾ വേണമെന്ന് പറഞ്ഞിട്ട് എടുത്തു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ഈ ഒരു കുഞ്ഞി ചെയറിലെല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാതും അതേപോലെ ഞാൻ എടുത്ത് വെച്ചിട്ട് അങ്ങനെ ഇനി അടുത്ത ചാൻസ് കിട്ടുമ്പോൾ നല്ല വൃത്തിയായിട്ട് എല്ലാതും ഓർഗനൈസ് ചെയ്ത് വെക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. സോ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ അതൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുക, അതാണ് ഈ ഒരു ഡെസ്ക് മേക്ക് ഓവറിൻ്റെ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ ഈ കുഞ്ഞി ചെയർ എന്ന് വെച്ചാൽ അത് വാങ്ങിയിട്ട് രണ്ടാമത്തെ ദിവസം തന്നെ പൊട്ടി. അപ്പോൾ പിന്നെ എനിക്ക് തന്നു, അത് ഞാൻ മേക്ക് ഓവർ ചെയ്തെടുത്തു. അങ്ങനെ അത് യൂസ്ഫുൾ സാധനമായി, അത് എനിക്ക് വേണ്ടി. സോ അങ്ങനെ വെച്ചതിന് ശേഷം ഒരു കുഞ്ഞി സൈലൻറ്റ് ഫോൺ ഉണ്ടായിരുന്നു, അതിൻ്റെ 12th ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടിയതാണ്. സോ പിന്നെ ഒരു ഫേക്ക് കട്ടിങ് മാറ്റ് ഉണ്ടായിരുന്നു, ഞാൻ കട്ടിങ് മാപ്പ് എന്നാണ് പറയാറ്. അതേപോലെ തന്നെ ഒരു സ്ക്രാപ്പ് ബുക്ക് ഉണ്ടായിരുന്നു, സ്ക്രാച്ച് ബുക്ക്. അപ്പോൾ അതിൽ കുറേ പിക്ചേഴ്സ് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു പിക്ചർ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ടേബിളിൽ ഹാങ് ചെയ്യും. അപ്പോൾ കലണ്ടർ വേണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കലണ്ടർ എൻ്റെ അടുത്തില്ല. ഒരു കുഞ്ഞ് മിനി കലണ്ടറാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഇതേപോലെ കുറേ സാധനം ഞാൻ എൻ്റെ സ്റ്റഡി ടേബിളിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇത് എന്ന് പറയുന്നത് എൻ്റെ റൂമിലല്ല ഉള്ളത്, ഇത് മേലത്തെ ഡൈനിങ് ഹാളിലാണ് ഈ ടേബിളിലുള്ളത്. അപ്പോൾ ഈ ടേബിളിൽ ഞാൻ അവിടെ വെക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്തൊരു ജനലുണ്ട്. ആ ജനലായിട്ട് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര സുഖമായിരിക്കും. അപ്പോൾ ഈ ഒരു കുഞ്ഞു സാധനം എന്ന് വെച്ചാൽ അത് ക്ലേൻ്റെ കുറച്ച് സാധനങ്ങളാണ് ഗൈസ്. പിന്നെ ഇതേപോലെ ഓർഗനൈസർ ആയിട്ടുള്ള കുറച്ച് പെൻ ഹോൾഡേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ പേസ്റ്റ് പിന്നുണ്ട്. പിന്നെ ഈ സാധനം എനിക്ക് മസ്റ്റ് മെൻഷനാണ്, കാരണം ഇത് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണ് പിൻട്രസ്റ്റ് നോക്കിയിട്ട്. അപ്പോൾ ഇത് ഭയങ്കര സുഖമാണ് ഉണ്ടാക്കാൻ. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ ആ വൈറ്റ് കണ്ടു, ആ വൈറ്റ് ഒരു ഡ്രോയറാണ് കഴിച്ച് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയത്, കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ഓറഞ്ച് തീമിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്, അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു ഓർഗനൈസറാണ് സത്യം പറഞ്ഞത്. പിന്നെയെന്ന് പറയുന്നത് ഇതേപോലെ എനിക്ക് കാര്യമായിട്ട് എൻ്റെ അടുത്ത് ഡയറീസ് എന്ന് പറയുമ്പോൾ യൂണിക്കോണ്ടാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ 2 ഡയറീസാണ് ഗൈസ് ഉള്ളത്, അത് രണ്ടും അവർ ഓർഗനൈസ് ചെയ്ത് വെച്ചു. അത് ഭയങ്കര ക്യൂട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഡ്രോയർ ഭാഗത്ത് വരുമ്പോൾ ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ഗ്ലാസ് സ്റ്റിക്കേഴ്സ്, പിന്നെ അതുപോലെ കവായ് സ്റ്റിക്കേഴ്സ്, അതൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ മൾട്ടിപ്പിൾ കളേഴ്സിൻ്റെ ഒരു കളർ പേപ്പറാണ്. അപ്പോൾ അതൊക്കെ അവിടെ വെച്ചിട്ട് ഞാനതൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ജേർണൽ സപ്ലൈസാണ്. ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു ന്യൂസ് പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തതാണ് ഗൈസ്. പിന്നെ വാഷി ടാപ്സ് ഉണ്ട്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാതും കൂടി ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാനിതിൻ്റെ അടിയിൽ എന്താ വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു A4 ഷീറ്റാണ്, 4-3 വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഓർഗനൈസിങ് സ്റ്റാർട്ട്. പിന്നെ ഈ പേപ്പർ സോപ്പ് നല്ലതല്ല എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യാൻ അങ്ങനെയില്ല, പക്ഷെ നല്ല ക്യൂട്ടായതുകൊണ്ട് എനിക്ക് അത് ഒഴിവാക്കാനും തോന്നിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പേപ്പേഴ്സൊക്കെ അവിടെ വെച്ചിട്ട് നമ്മളുടെ വാഷി ടാപ്സ് ഇട്ടോടെ വെച്ചു. പിന്നെ എനിക്ക് കുറേ ഇതേപോലത്തെ കുറേ ബോക്സസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അതിൻ്റെ ഐഡിയാസൊക്കെ ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടതാണ്. അങ്ങനെ ഈ സാധനം ഓർഗനൈസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടച്ച് വയ്ക്കാം.
അപ്പോൾ കമ്മിങ് ടു ദി ടോപ്പ് പാർട്ട്, ഇതാണ് നമ്മൾ ഫൈനൽ ടേബിൾ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര എസ്തെറ്റിക്കും ക്യൂട്ടൊക്കെ ആയിട്ടില്ലെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇനി നമ്മുടെ വാൾ അവിടെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് വാൾ ഹാങ്ങിങ്സൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെന്ന് പറയുന്നത് എൻ്റെ മദേഴ്സ് യങ് സിസ്റ്ററായിരുന്നു, എൻ്റെ മീമ എനിക്ക് 12th ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നൊരു കുറച്ച് പോസ്റ്റേഴ്സ് സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഈ ഒരു വാളിൽ ഹാങ് ചെയ്യാൻ പോണത്. ഇത് ഞങ്ങൾ റൂമിൽ ആക്ച്വലി ഹാങ് ചെയ്തതാണ്, പക്ഷെ എന്തോ അവിടെ ഹാങ് ചെയ്യപ്പോൾ നിൽക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് ഞാൻ ഷെൽഫിൽ മേലെ വെച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈ നോട്ട് യൂസ് ദിസ് ടൈം. അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു എൻ്റെ അവസ്ഥ. അങ്ങനെ പിന്നെയും പോകുന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവസാനം ഈ ഒരു മാസ്കിംഗ് ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് അതിനവിടെ ഫിറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ ഫൈനൽ റിസൾട്ട് ഓഫ് അവർ ഡെസ്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.